നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വേനലവധി കഴിഞ്ഞിട്ടുള്ള സ്കൂൾ പ്രവേശനോത്സവമാണ്. നമുക്ക് പിന്നിൽ കാണുന്നത് കൊട്ടാരക്കര ഗവൺമെന്റ് HSC സ്കൂളാണ്. ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഇവിടെ. നിറയെ കുട്ടികളും പോലീസ് ഉദ്യോഗസ്ഥരും, ഇനി മന്ത്രി വരുന്നുണ്ട്, അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം കൂടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഇവിടെ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി KN ബാലഗോപാലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരോടും ഒത്തുകൂടിയിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അറിവും കലയും കൊണ്ട് മനുഷ്യമേധയെ വിസ്മയിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെ പ്രഭാവത്തെ ഈ വേദിയിൽ ഞാൻ വണങ്ങുകയാണ്. നെറ്റിയിൽ വെളിച്ചത്തിൻ്റെ കൊമ്പമായി പിറവിയെടുത്ത നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും വിജയക്കൊടി പാലിച്ച് കൊല്ലത്തിൻ്റെ നമ്മളുടെ 13 ജില്ലകളെയും പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ 13 വിഷയങ്ങളിൽ പരീക്ഷ നടത്തിയപ്പോൾ 7 വിഷയങ്ങളിലും നമ്മുടെ കൊല്ലം മുന്നിലെത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ വർഷങ്ങളായി കലോത്സവ വേദികളിൽ പിന്നോക്കം നിന്നിരുന്ന കൊല്ലം ജില്ല കഴിഞ്ഞ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ 1 പോയിന്റ് വ്യത്യാസത്തിൽ നമുക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ട് 2ാം സ്ഥാനത്തേക്ക് എത്തുവാൻ നമുക്ക് കഴിയുകയുണ്ടായി. കൂടുതൽ എഫിഷ്യൻ്റായി ലോക സാഹചര്യമനുസരിച്ച് പ്രതികരിക്കാനും പഠിക്കാനും അവരെ തയ്യാറാക്കുക. സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുക. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സാഹചര്യമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളീയൻ്റെ പണ്ട് മുതലേയുള്ള നേട്ടം കൂടുതലായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അക്കാര്യം കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1ാം സ്ഥാനമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. ഇനിയും നമ്മുടെ നിലവാരം ഏതാണെന്ന് കൂടുതൽ സൗകര്യങ്ങൾ അവർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാറുണ്ട്.